മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്ന ഓരോ ഇന്ത്യക്കാരന്റെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മാവോയിസ്റ്റുകൾക്കെതിരെ സുരക്ഷാ സേന നടപ്പാക്കിയത് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് നടത്തിയതിന് സമാനമായ ഓപ്പറേഷൻ. മാവോയിസ്റ്റുകളുടെ ആശയവിനിമയ ഉപകരണങ്ങളിൽ സുരക്ഷാ സേന രഹസ്യമായി ട്രാക്കറുകൾ സ്ഥാപിച്ചിരുന്നു. ഇത് അവരുടെ രഹസ്യ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ സൈന്യത്തിന് സഹായകമായി. ഇത്തരത്തിലാണ് പ്രധാന മാവോയിസ്റ്റ് കേന്ദ്രങ്ങൾ തകർക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞത്. മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്ന ലക്ഷ്യം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തുനിഞ്ഞിറങ്ങിയതുകൊണ്ട് തന്നെ ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കി നിരവധി മാവോയിസ്റ്റുകൾ സ്വയം കീഴടങ്ങുകയാണ്. അടുത്തിടെ കീഴടങ്ങിയ മാവോയിസ്റ്റ് നേതാക്കളായ തക്കൽപള്ളി വാസുദേവ് റാവു എന്ന അഷന്ന, മല്ലോജുല വേണുഗോപാൽ എന്ന സോനു എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. നക്സലൈറ്റുകളെ ചോദ്യം ചെയ്തതിൽ നിന്ന് മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനയ്ക്കെതിരായ നിരീക്ഷണത്തിനും ആക്രമണത്തിനുമായി ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നതായി വ്യക്തമായിട്ടുണ്ട്. എന്നിരുന്നാലും വലിയ തോതിലുള്ള ഡ്രോൺ ഉപകരണങ്ങൾ അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ചോദ്യം ചെയ്യലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം സുരക്ഷാ ഏജൻസികൾ മാവോയിസ്റ്റുകളുടെ ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണങ്ങളായ വാക്കി ടോക്കികൾ പോലുള്ള ട്രാക്കറുകൾ ഘടിപ്പിച്ചിരുന്നു. തുടർന്ന് സംഘടനയുടെ ആശയവിനിമയ ശൃംഖല ഹാക്ക് ചെയ്യപ്പെട്ടതായും ഇത് നിരവധി മുതിർന്ന നേതാക്കളുടെ മരണത്തിലേക്ക് നയിച്ചതായും പിടിയിലായ സോനു ചോദ്യം ചെയ്യലിൽ പറഞ്ഞു.